ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് മോഡൽ എക്സാമിന് ചോദിച്ച IT മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. സ്ക്രൈബ് സോഫ്റ്റ്വെയറിൻ്റെ ലോഗോ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഇതാണ് സ്ക്രൈബസിൻ്റെ ലോഗോ. ഇത് ഇങ്ക്സ്കേപ്പിൻ്റെ ലോഗോയാണ്. ഇത് ജിംബിൻ്റെ ലോഗോയാണ്. ഇത് ക്രിറ്റയുടെ ലോഗോയാണ്. അപ്പോൾ സ്ക്രൈബസിൻ്റെ ലോഗോ ഇതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്രൈബ് സോഫ്റ്റ്വെയറിൽ ഒരു പേജിനെ ടെക്സ്റ്റ് ക്രമീകരിച്ചതിൻ്റെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രത്തിലേതുപോലെയാക്കാൻ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ചെയ്യേണ്ട പ്രവർത്തനം ഏതാണ്? അതിൻ്റെ ആൻസർ കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് ടാബിൽ കോളംസ് ഫീൽഡിലെ വിലയായി 3 നൽകുക. ഇതാണ് ശരിയായ ആൻസർ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ അടയാളപ്പെടുത്തിയ A, B എന്നീ 2 ബിന്ദുക്കളാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ബിന്ദുക്കളെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു രീതിയിലാണ് ആൾജിബ്ര വ്യൂവിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ സമം ബ്രാക്കറ്റ് ഓപ്പൺ 2, 2. പിന്നെ ഓപ്ഷൻ ഡി B സമം 2, -1. ചുവടെ നൽകിയവയിൽ നെറ്റിക്യൂട്ടിൽ ഉൾപ്പെട്ടവ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡിയും. മറ്റുള്ളവർക്ക് ദോഷകരമായ പോസ്റ്ററുകൾ ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ ഒരാളുടെ അനുമതിയില്ലാതെ അവരുടെ ഫോട്ടോ ഷെയർ ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ടൂൾസിൽ ഒരു ചിത്രത്തിന് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതെല്ലാം? ഓപ്ഷൻ ബി ഫിൽ ടൂളും ഓപ്ഷൻ ഡി ബ്രഷ് ടൂളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നക്ഷത്ര പഠനത്തിനും ആകാശ നിരീക്ഷണത്തിനും സഹായകരമായ സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ സ്റ്റെല്ലേറിയം. നെക്സ്റ്റ്. ഒരു വെബ് പേജിൻ്റെ സോഴ്സ് തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പാരഗ്രാഫിലെ എല്ലാ എഴുത്തുകളും നടുവിലായി ക്രമീകരിക്കപ്പെടും. ഇവിടെ പി ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ. ഓപ്പൺ ടൂൾസിൽ തയ്യാറാക്കിയ അനിമേഷനെ വീഡിയോ ഫയലാക്കി മാറ്റണമെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി റെൻഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെബ് പേജുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ എന്താണ്? .css കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജിംബ് GPL ലൈസൻസ് പ്രകാരം പ്രസിദ്ധീകരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്
ഈ സോഫ്റ്റ്വെയർ ഉപയോക്താക്കൾക്ക് നൽകുന്ന അനുമതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി. ഇതിൻ്റെ സോഴ്സ് കോഡിൽ മാറ്റം വരുത്തി ഉപയോഗിക്കാം. ഓപ്ഷൻ ഡി. ഈ സോഫ്റ്റ്വെയറിൻ്റെ പകർപ്പുകൾ വിതരണം ചെയ്യാം. ഇതിൻ്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണെന്ന് മനസ്സിലാക്കാം. GPL എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക് ലൈസൻസി എന്നതാണ്. GPL ലൈസൻസി എന്ന് പറഞ്ഞാൽ ഉപയോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ സ്വതന്ത്രമായി ഉപയോഗിക്കാനും മാറ്റം വരുത്താനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമുള്ള അനുവാദം നൽകുന്നു എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുടെ തുക, വ്യത്യാസം, ഗുണനഫലം, ഹരണഫലം ഇവ കണ്ടുപിടിക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. A സമം 10, B സമം 3, S സമം A+B. ഇവിടെ ശരിക്ക് തുക കാണാൻ A+B ആയി. അതുപോലെ തന്നെ വ്യത്യാസം കാണാൻ A-B. അതുപോലെ തന്നെ ഗുണനഫലം കാണാം A × B. ഇതാണ് ഗുണനഫലത്തിൻ്റെ ചിഹ്നം പൈത്തണിൽ. ഇതുപോലെ തന്നെ ഹരണഫലം കാണാനുള്ളത്. അപ്പോൾ ഇത് ശരിയായ ആൻസറാണ്. അതുപോലെ തന്നെ ഇതും ശരിയായ ആൻസറാണ്. ശ്രദ്ധിക്കുക, പൈത്തണിൽ ഗുണനഫലം ഉപയോഗിക്കുന്ന ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചാണ്, ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചല്ല. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ക്രിപ്റ്റോ കറൻസി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ഇയുമാണ്. ബിറ്റ്കോയിനും ലൈറ്റ് കോയിനുമാണ്. ഇതാണ് ക്രിപ്റ്റോ കറൻസി വിഭാഗത്തിൽ പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ക്സ്കേപ്പിൽ വരച്ച ചിത്രം 1-ലെ രൂപങ്ങളെ ചിത്രം 2-ലേതുപോലെ ക്രമീകരിക്കാൻ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ജാലകത്തിലെ ഏതൊക്കെ ഓപ്ഷനുകളാണ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ ഓപ്ഷൻ ഡി സെൻറ്റർ ഓൺ വെർട്ടിക്കൽ ആക്സിസ്, അതുപോലെ തന്നെ സെൻറ്റർ ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ ഡിയും ഇയും ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടെ ഐ ലിവ് ഇൻ കൊല്ലം എന്നതാണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമുകളിൽ ശരിയായ രീതിയിൽ വേരിയബിളുകൾക്ക് പേരുകൾ നൽകിയിരിക്കുന്ന പ്രോഗ്രാം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഇവിടെ പൈത്തൺ പ്രോഗ്രാമിൽ ഹൈഫൺ ഉപയോഗിക്കാറില്ല, അതിന് പകരം അണ്ടർസ്കോർ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്രൈബസിൽ പേജിൽ ടെക്സ്റ്റ് ഉൾപ്പെടുത്തുന്നതിനുള്ള സങ്കേതം ഏതാണ്? ടെക്സ്റ്റ്. ഓപ്ഷൻ ബി ആണ്. ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തുമ്പോൾ പാരഗ്രാഫിലെ ടെക്സ്റ്റിന് ലഭിക്കുന്ന നിറം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചുവപ്പ്. പാരഗ്രാഫ് പി, അതുപോലെ തന്നെ കളർ റെഡ്.
ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തിയ കാസ്കേഡിംഗ് സ്റ്റൈലുകളാണ് നൽകിയിരിക്കുന്നത്. പാരഗ്രാഫുകളിലെ ടെക്സ്റ്റുകൾക്ക് നീല നിറം നൽകുന്നതിനുള്ള പ്രോപ്പർട്ടി വിട്ടുപോയ പ്രോപ്പർട്ടി ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ കളർ എന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കളർ ബ്ലൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരമ്പരാഗത ഡാറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വളരെ വലുതും സങ്കീർണവുമായ ഡാറ്റാ സെറ്റുകൾക്ക് പറയുന്ന പേര് എന്താണ്? ആൻസർ ബിഗ് ഡാറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നോവലിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ ആസ്വാദ്യതയെ ഹനിക്കുന്ന തരത്തിൽ അതിൻ്റെ ക്ലൈമാക്സ് വിശദാംശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നതിനെ സൂചിപ്പിക്കുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ എ പ്ലേഗിയറിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ചിത്രത്തിൽ കാണുന്ന എ, ബി എന്നീ ബിന്ദുക്കൾ ഉൾപ്പെടുന്ന ഒരു ചെറുവര നിർമ്മിക്കാൻ ശരിയായ പ്രവർത്തനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് എ, ബി എന്നീ ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ഡി ഇൻപുട്ട് ബാറിൽ സെഗ്മെന്റ് എ, ബി എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ഇൻപുട്ട് ബാറിൽ സെഗ്മെന്റ് എ, ബി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് എ, ബി എന്നീ ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ്. തന്നിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി DBMSൽ ടേബിൾ തയ്യാറാക്കുമ്പോൾ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റായി ഉൾപ്പെടുത്താൻ അനുയോജ്യമായ ഫീൽഡുകൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ? ഇവിടെ student_id അതുപോലെ തന്നെ നെയിമും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഹാർഡ്വെയറുമായി സംവദിക്കുന്ന ഭാഗമാണ് കേർണൽ, അത് ശരിയായ ആൻസറാണ്. അതുപോലെ തന്നെ GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഷെല്ലിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ടൂൾസിലെ എക്സ് ഷീറ്റിൽ ലഭ്യമായ സൗകര്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി എക്സ് ഷീറ്റിൽ ഫ്രെയിമുകളെ റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻ ഇ എക്സ് ഷീറ്റിൽ അനിമേഷൻ പ്രവർത്തിപ്പിച്ചു കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈബർ ലോകത്തെ അനുയോജ്യമായ ഇടപെടൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഒരാളുടെ ഫോട്ടോ അയാളുടെ അനുമതിയോടുകൂടി ഷെയർ ചെയ്യുക. അമിതമായ ഇൻ്റർനെറ്റ് ഉപയോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അവയെ സൂചിപ്പിക്കുന്ന പദങ്ങളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡി ഏത്? ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്. മൊബൈൽ ഫോൺ ഇല്ലാത്തപ്പോഴുള്ള അമിതമായ ഉത്കണ്ഠയാണ് നോമോഫോബിയ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്.